കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം മതം മുന്നിൽ വെക്കുന്നത് ഈ സന്താന പരിപാലനം തന്നെയാണ്. സന്താന പരിപാലനം കൃത്യമായ കുടുംബത്തിലല്ലെങ്കിൽ, അത് ധാർമ്മികമല്ലെങ്കിൽ, മതപരമല്ലെങ്കിൽ, അപ്രകാരം തന്നെ നല്ല ആശ്വാസത്തിലും സമാധാനത്തിലും ജീവിക്കുന്ന കുടുംബത്തിലല്ലാതെ മക്കൾ വളർന്നു വരികയാണെങ്കിൽ, ഈ ആഴ്ചയിലൊക്കെ നമ്മൾ വല്ലാതെ സങ്കടത്തോടു കൂടെ കണ്ട ചില വീഡിയോസൊക്കെ നമ്മൾ പിന്നെയും പിന്നെയും ഓർക്കേണ്ടി വരും. തങ്ങളേക്കാൾ പ്രായം കുറഞ്ഞൊരു കുഞ്ഞിന് 5ഉം 6ഉം ചെറുപ്പക്കാരാകുന്ന കുട്ടികൾ ചേർന്ന് 18, 17 വയസ്സുള്ളവർ ചേർന്ന് മണിക്കൂറുകൾ നീണ്ട രീതിയിൽ ഇടിച്ച് ചവിട്ടി ഇങ്ങനെ പരുവത്തിലാക്കുന്നത്, പഞ്ചറാക്കി വിടുന്നത് നമ്മൾ കാണുകയാണ്. നമുക്കത് തുടർന്ന് കാണാൻ കഴിയില്ല. 18 വയസ്സാവോളം അങ്ങനെയൊക്കെ ചെയ്താൽ കുഴപ്പമില്ല എന്ന് തന്നെ പറഞ്ഞിട്ടായിരുന്നു പണ്ടൊരു കുട്ടിയെ ഇടിച്ചു കൊന്നത്. അവർ ഫോൺ സംഭാഷണത്തിൽ അങ്ങനെ പറഞ്ഞത്. 18 വയസ്സായിട്ടില്ല, അതുകൊണ്ട് എന്ത് ചെയ്താലും ഒരു കേസ് ഉണ്ടാവില്ല എന്നായിരുന്നു അവരങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഗ്രൂപ്പ്, ഇവനെ ശരിയാക്കാൻ വേണ്ടി നിർമ്മിച്ച ഗ്രൂപ്പിൽ അവർ സംസാരിച്ചത്. അപ്പോൾ 18 വയസ്സായിട്ടില്ലല്ലോ, എന്തും ചെയ്യാനോ എന്നുള്ള ബോധത്തിലേക്ക് മക്കളും വളരുന്നു. എന്നിട്ട് ഈ ഒരൊറ്റ സീസണിൽ 3 കുട്ടികളെ അടിച്ച് നിരത്തുന്നു. ഒരു മനുഷ്യജീവിയോട് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് ആലോചിക്കാൻ പറ്റും. ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? വേണ്ട വിധത്തിലുള്ള പരിശീലനം കുടുംബത്തിൽ നിന്ന് ലഭിക്കാത്തത് കൊണ്ട്. കുട്ടി ക്രിമിനലുകളെ കുറിച്ച് നമ്മൾ മുഴുവനായിട്ട് പരിശോധിച്ചു നോക്കുക. കേരളത്തിലുള്ള അവരെ പാർപ്പിക്കുന്ന പ്രത്യേകമായ ചില ഇടങ്ങളുണ്ട്, ദുർഗുണ പരിഹാര പാഠശാല എന്നൊക്കെ പറയണേ. അവിടെയൊക്കെ പോയിട്ട് നമ്മളൊന്ന് പരിശോധിക്കുക, അല്ലെങ്കിൽ ഇത് സംബന്ധമായിട്ടുള്ള റിപ്പോർട്ടുകളൊന്ന് പരിശോധിക്കുക. സ്നേഹവും സന്തോഷവും നിലനിൽക്കാത്ത വലിയ ആളുകൾ, അതായത് മാതാവും പിതാവും അടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷം നടത്തിക്കൊണ്ടിരിക്കുന്ന കുടുംബത്തിലെ മക്കളായിരിക്കും കുട്ടി ക്രിമിനലുകളിൽ മുഴുവനും. അപ്പൊ മക്കളെ വളർത്തുക എന്നത് കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായി മതം കാണുന്നു. മനുഷ്യർ അവരുടേതായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഘട്ടങ്ങളുണ്ടാകും, അപ്പൊ ആശ്വസിപ്പിക്കാനുള്ള ഇടമായി കാണുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പരിചരിക്കേണ്ടതുണ്ടാകും, അതിനുള്ള ഔദ്യോഗിക സംവിധാനമായി കാണുന്നു. ആയയെ വിളിച്ചാൽ പറ്റും, ശമ്പളത്തിന് വേണ്ടി മാത്രമുള്ള ഒരു സേവനം ഉണ്ടാകും. ആത്മാർത്ഥതയിലേക്ക് അത് ഇറങ്ങണമെങ്കിൽ അത് സ്വന്തം രക്തബന്ധത്തിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ ആവണം. എന്തായാലും പുതിയ കാല പ്രവണതകളുടെ ഒരു ഫലമായി കുടുംബബന്ധത്തിന്റെ പ്രസക്തി തന്നെ പലരും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ കുടുംബം എന്നാണ് പൊതുവെ സ്ത്രീപക്ഷത്തിൽ നിന്നാണ് അങ്ങനത്തെ ചില ഈ വിമർശനങ്ങൾ ഉണ്ടാവുക. ധാരാളമായി പറയേണ്ടതാണ്. ഫെമിനിസം എന്ന് പറയുന്ന സ്ത്രീ വിമോചനത്തിന് വേണ്ടി പ്രത്യക്ഷപ്പെട്ട പ്രസ്ഥാനം, സ്ത്രീ വിമോചനം എന്നതിനപ്പുറം അവർ പുരുഷനെ ശത്രുവായി കാണാനാണ് കുടുംബിനികളെയും സ്ത്രീകളെയും പെൺകുട്ടികളെയും പഠിപ്പിച്ചത്. പുരുഷനാണ് പ്രധാനപ്പെട്ട ശത്രു എന്ന്. ഈ ഒരു ശാസ്ത്രമം വളർന്നു വരണമെന്നവർ മോഹിച്ചു. അതിനുവേണ്ടി നിരന്തരമായി തിയറികൾ നിർമ്മിച്ചു. അപ്പോ കുടുംബം ഉള്ളത് കൊണ്ടാണ് പുരുഷൻ സ്ത്രീയെ നിയന്ത്രിക്കുന്നത്, അതുകൊണ്ട് കുടുംബം ഇല്ലാതെയാവണം. കുടുംബം ഇല്ലാതെയാവാൻ അടിസ്ഥാനപരമായി കല്യാണം എന്ന സംവിധാനം ഇല്ലാതെയാവണം. അതുകൊണ്ട് വിവാഹത്തിനെതിരെ അവർ പേർത്തും സംസാരിച്ചു കൊണ്ടേയിരുന്നു. അതിന്റെ ഫലം ഇവരുടെ ഈ ആദർശത്തെ സന്തോഷപൂർവ്വം സ്നേഹിച്ച നാടുകളിലൊക്കെ വളരെ മാരകമായ രീതിയിൽ പ്രത്യക്ഷപ്പെട്ടു. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. കുടുംബബന്ധത്തിന് പ്രസക്തിയില്ലാത്തത് കൊണ്ട് സംഭവിച്ച വലിയ മഹത്വം എന്താണ്? നമ്മൾ നിഷ്പക്ഷമായി ചിന്തിക്കണം. ജാരസന്താനങ്ങളുടെ വർധനമാണെന്ന്, മാനസികാരോഗ്യയുടെ വർധനമാണെന്ന്. കാരണം ഈ പറഞ്ഞതുപോലെയുള്ള ആവശ്യങ്ങളും ആശ്വാസം നേടേണ്ട സമയം വരുമ്പോൾ മനുഷ്യൻ നെകളിപ്പൊക്കെ മാറിയിട്ട് സാധാ മനുഷ്യനായി തീരും. അതുകൊണ്ടാണ് ചില തീവ്രമായി ജീവിതത്തെ കണ്ടിരുന്ന, കേരളത്തെ ഇങ്ങനെ കോരിത്തരിപ്പിച്ച് പ്രഭാഷണമൊക്കെ നടത്തിയിരുന്ന ചില സാറന്മാരൊക്കെ ആദ്യം കുടുംബത്തിന് തീരെ പ്രസക്തി നൽകാതിരുന്നു, വേണ്ടാന്ന് വാശി പിടിച്ചു. പക്ഷെ പതിയെ ഇങ്ങനെ ആരോഗ്യം ക്ഷയിച്ച് ശയ്യാവലംബിയാകുമ്പോ പഴയകാല കാമുകിൽ ഓർത്തു വരും. അവരൊന്ന് കാണാൻ പറ്റുമോ എന്ന് പത്രക്കാരോട് ചോദിക്കും. നൊസ്റ്റാൾജി അടിക്കുന്നു. ആ ഊക്കും മുമ്പൊക്കെ തീരും, മസിലിന്റെ കട്ട പോകും, മനസ്സിനും ശരീരത്തിനും തളർച്ച സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് താങ്ങാൻ ഒരാൾ വേണമെന്ന ബോധം ഉണ്ടാവുക. യൂറോപ്പിൽ മാനസികമായി വിവിധങ്ങളായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ കൂടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ എല്ലാ കൊല്ലവും തുടർച്ചയായി ഒരു ചടങ്ങ് പോലെ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സ്കാൻഡിനേവിയൻ നാടുകളിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ഉണ്ടാകുന്നത്, ഏറ്റവും കൂടുതൽ മദ്യം സേവിക്കേണ്ടി വരുന്നത്. ഡോളർ ഇട്ടിട്ടുണ്ടെങ്കിൽ കുപ്പിന്ന് കിട്ടും,
അതിനു വേണ്ടിയുള്ള ചില പ്രത്യേകമായ സംവിധാനങ്ങളും ക്രമീകരണങ്ങളും അവിടെ കൊണ്ട്. കാരണം കുടിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണല്ലോ യൂറോപ്പിലൊക്കെ സഞ്ചരിച്ച് അങ്ങിങ്ങൊക്കെ പോയി വീഡിയോസൊക്കെ എടുത്തു വരുന്ന നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്കരനെ പോലുള്ളവരൊക്കെ ഇവിടെയും ഈ വേശ്യാലയൊക്കെ സ്ഥാപിക്കുന്നതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. അത് വ്യാപകമായി സ്ഥാപിച്ചുകൊണ്ടിരിക്കണം എന്നാണ് യുക്തിവാദികളുടെ ഒരു വലിയ നേതാവായിട്ട് വിരാജിക്കുന്ന ഒരു ചങ്ങാതി ഇടക്കിടക്ക് പറയുന്നത്. അയാൾക്ക് അത് മാത്രമൊന്നുമല്ല അഭിപ്രായം, കഞ്ചാവ് ഹലാലാക്കണം എന്ന് പറയുന്നുണ്ട്. ഇവരെല്ലാവരും കൂടെ സ്ഥാപിച്ചെടുത്ത കുടുംബരഹിതമായ സൊസൈറ്റിയിൽ മനുഷ്യന് പിടിച്ചിക്കണമെങ്കിൽ കഞ്ചാവ് അടിക്കേണ്ടി വരുന്ന അതിൻ്റെ അർത്ഥം. അത് ആരോഗ്യപരമായി ഉപയോഗിക്കാൻ പഠിപ്പിക്കണം എന്നാണ്. എന്ന് വെച്ചാൽ വല്ലാതെ ഉപയോഗിക്കരുത്, കുറേശ്ശെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കിറുക്ക് വന്നിട്ട് അങ്ങനെ ജീവിതത്തിന്റെ ലക്ഷ്യബോധത്തിൽ നിന്നൊക്കെ മാറിയിട്ട് ഇങ്ങനെ ഒരു പാവയായിട്ട് മുന്നോട്ട് പോയാൽ മതി എന്നാണ്. ഇതാരാ നിയന്ത്രിക്കുക എന്നുള്ളതിനെ കുറിച്ച് അവർ വിശദീകരിക്കണം. മൈത്രേ എന്ന് പറയുന്ന ഒരു അത്യാവശ്യം അല്ലെ കുറെ കാലമായി രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളുണ്ട് യുക്തിവാദത്തിന്റെ രംഗത്ത്, മതനിഷേധത്തിന്റെ രംഗത്ത്. ആരോഗ്യപരമായി കഞ്ചാവ് ഉപയോഗിക്കാൻ പഠിപ്പിക്കണം എന്നാണ് പറയുന്നത്. എങ്ങനെ ആരോഗ്യപരം? ആ ഒരു സാധ്യത കുറച്ചൊക്കെ ഉപയോഗിക്കാനായിരിക്കും. കുറച്ചുപയോഗിച്ച് കിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എത്ര ഉപയോഗിക്കുക എന്നുള്ളത് ആരാ നിയന്ത്രിക്കുക? ഒരു ചങ്ങാതി കുറച്ചുപയോഗിച്ചു, അവനിങ്ങനെ സംഭവമൊക്കെ ഇങ്ങനെ അടിച്ച് കയറൽ തുടങ്ങി. പിന്നെ അവന്റെ ഈ ആവശ്യങ്ങളെ അല്ലെങ്കിൽ എത്ര ഉപയോഗിക്കണം എന്നുള്ളത് പിന്നെ ആരാ കൺട്രോൾ ചെയ്യുക? വേശ്യാലയങ്ങൾ വേണം, അവര് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ വേണ്ടി വരും. കുടുംബം എന്ന് പറയുന്ന മനുഷ്യന് ശാന്തിയും സമാധാനവും ആശ്വാസവും സ്നേഹവും നൽകാനുള്ള ഇടം നമ്മൾ തകർത്ത് മാറ്റി വെക്കുമ്പോ ഇത് വേണ്ടി വരും. ആശ്വാസം വേണ്ട മനുഷ്യന്. അപ്പൊ മനുഷ്യൻ ബോധതലത്തിൽ നിന്ന് മാറിയിട്ട് കഞ്ചാവിന്റെ അബോധതലത്തിൽ അങ്ങനെ ജീവിച്ചു പോകണം. അതുകൊണ്ട് ഇത് ഹലാലാക്കണം, ഇത് നിയമപ്രകാരം അനുവദിക്കണം എന്ന് പറയുന്നതായി മൈത്രേയന്റെ ഒക്കെ ആദർശം. അദ്ദേഹം തന്നെയാണ് സ്വന്തം മകൾക്ക് 18 തികഞ്ഞപ്പോ ഇനി നീ വേണ്ടത് പ്രകാരം ജീവിച്ചോ എന്ന് പറഞ്ഞ് കത്തെഴുതിയത്. ഈ അച്ഛൻ പിന്തുണക്കുന്നു പറഞ്ഞിട്ട്. ഇவ்விധം ഒരു സാമൂഹിക ക്രമത്തെ സ്വപ്നം കാണുന്നവർക്ക് പിന്നെ കുടുംബാവശ്യമില്ല. അവർക്ക് മദ്യം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനൊരു പ്രശ്നവും കാണാനില്ല. ആത്മഹത്യകളെ അവർക്ക് അത്ര വലിയൊരു വിഷയമായിട്ട് വിലയിരുത്താനും കഴിയില്ല. മനുഷ്യന് വേണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്തോട്ടെ എന്ന് അവർ പറയും. അതല്ലാന്നുണ്ടെങ്കിൽ സ്വയം മരിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം എന്നാണ്. എന്ന് വെച്ചാൽ രോഗികളൊക്കെയാണ് എങ്കിൽ അവരെ ദയാവധം നടത്തണം, അതൊക്കെ അനുവദിക്കണം എന്നാണ്. ഇതിന്റെ അപ്പുറം കുറച്ചുകൂടെ കാട് കയറിയിട്ട് മതനിഷേധം പുലർത്തിയ ആളുകളെ കൊണ്ട്, പീറ്റർ സിംഗറിനെ പോലെയുള്ളവർ. അയാളുടെ അത് പ്രാക്ടിക്കൽ എത്തിസം എന്ന പുസ്തകത്തിൽ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട 3 പോയിന്റുകളിൽ ഒന്ന് വികലാംഗരായി ജനിക്കുന്ന കുഞ്ഞുങ്ങളെ കൊന്നുകളയണം എന്നുള്ളതാണ്. വികലാംഗരായി ജനിക്കുന്ന കുഞ്ഞുങ്ങളെ കൊന്നുകളയണം. അപ്പൊ ഇവരൊക്കെ മനസ്സിലാക്കുന്ന, പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സാമൂഹിക ക്രമത്തിന്റെ ഉപോൽപ്പന്നങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടി കുറ്റവാളികൾ. തൻ്റെ സ്വന്തം സുഹൃത്താകുന്ന, തന്നേക്കാൾ പ്രായം കുറഞ്ഞ കുട്ടിയെ 5ഉം 6ഉം ആളുകൾ ചേർന്ന് ക്രൂരമായി തല്ലി പരുവപ്പെടുത്തുന്നത്, ആത്മഹത്യകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുന്നത്.